ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഗവർണറുടെ കടമകൾ മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി തൊട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ വരെ കടമകൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കുറേ ആളുകളെ പോലെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ ആ പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അതിനെയെല്ലാം താങ്ങാനായിട്ട് നടക്കുന്ന, അത് ഏതൊരു പാർട്ടിയിലായാലും അങ്ങനെയുള്ള ഒരു പുതുതലമുറയെ നമ്മൾ മാറ്റം വരുത്തിയെടുക്കണമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഇതെല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ സ്കൂൾ വഴി പഠിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഇത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. ഈ ഒരു തീരുമാനത്തിന് കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ പഠിച്ചാണ് അവർ മുന്നിലേക്ക് വരേണ്ടതെന്നുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ 100-150 വർഷം മുമ്പ് നടന്ന യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചും അല്ലെങ്കിൽ അന്ന് നമ്മളെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടും എന്താണ് ഇനി അവർ ഭാവിയിലേക്ക് നേടാൻ പോകുന്നത്? അതിന്റെ പേരും പറഞ്ഞ്, മതത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ പേര് പറഞ്ഞ് ഇന്നും തല്ലും വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആ ഒരു സാഹചര്യം മാറണം. നാളത്തെ ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, എന്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്.